ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇതുവരെ നമ്മൾ 97 ദശകങ്ങൾ പഠിച്ച് ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഈ പഠന ക്ലാസ്സിൻ്റെ യാത്രയിൽ 1 മുതൽ 100 വരെയുള്ള ദശകങ്ങൾ പഠിക്കുന്ന യാത്രയിൽ അവസാനത്തിലെത്താറായി. 98ാമത്തെ ദശകം ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ശ്രീമൻ നാരായണീയം ദശകം 98 നിഷ്കള ബ്രഹ്മോപാസന. 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്ലോകം 1. യസ്മിന്നേതദ് വിഭാദം യത ഇദമഭവത് യേന ചേദം യയേതദ് യോസ്മാദുത്തീർണരൂപ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാ നോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. അർത്ഥം: യസ്മിൻ അധിഷ്ഠാന രൂപത്തിൽ യാതൊരുവനിൽ ഏതത് ഈ പ്രപഞ്ചം വിഭാദം പ്രകാശിക്കപ്പെടുന്നു യഥ യാതൊരു രൂപത്തിൽ നിന്ന് ഇതും ഈ പ്രപഞ്ചം അഭവത് ഉണ്ടായോ ഏന ച യാതൊരുവനോട് യാതൊരുവനിൽ ഇതും ഈ പ്രപഞ്ചം ലയിക്കുന്നുവോ യാതൊരാൾ ഏതത് ഈ പ്രപഞ്ചമാകുന്നുവോ യാതൊരാൾ അസ്മാത് ഇതിൽ നിന്ന് ഉത്തീർണരൂപ ഉണ്ടായ രൂപത്തോടു കൂടിയിരിക്കുന്നുവോ യസ്യ യാതൊരുവൻ്റെ ഭാസ പ്രകാശത്താൽ ഇതം ഈ സകലം ഖലു എല്ലാം തന്നെ ഭാസിതം പ്രകാശിപ്പിക്കപ്പെടുന്നുവോ യാതൊരാൾ വാച വാക്കുകൾക്കും പിന്നീട് മനസാം അപി മനസ്സിനും ദൂരെ വളരെ ദൂരത്തിൽ ഇരിക്കുന്നുവോ യസ്യ യാതൊരുവൻ്റെ തത്വരൂപം തത്വരൂപത്തെയാണോ ദേവാ ദേവന്മാരും മുനീന്ദ്ര മുനിശ്രേഷ്ഠന്മാരും ന വിദ്യു അറിയുന്നില്ലയോ അപരേ മറ്റുള്ളവർ കിമു പിന്നെയെന്ത് തസ്മൈ അപ്രകാരമുള്ള തേ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. യസ്മിൻ ഏതത് വിഭാദം. യസ്മിന്നേതദ്വിഭാദം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. യഥ ഇദം അഭവത്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഏന ചേദം ഏതത് യോസ്മാത് ഉത്തീർണ രൂപ അവിടെ വിസർഗം. ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സകലം ഇതം ഭാസിതം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. യസ്യ ഭാസ. ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. യോ വാചാം ദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാ നോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. യസ്മിന്നേതദ് വിഭാദം യത ഇദമഭവത് യേന ചേദം യയേതദ് യോസ്മാദുത്തീർണരൂപ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാ നോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. രണ്ടാമത്തെ ശ്ലോകം. ജന്മാഥോ കർമ്മ നാമ
സ്ഫുടമിഹ ഗുണദോഷാദികം വാ നയസ്മിൻ ലോകാനാമൂതയേ യഃ സ്വയമനുഭജതേ താനി മായാനുസാരീ ബിഭ്രച്ഛക്തിരൂപോऽപി ച ബഹുതരരൂപോऽവപാത്യദ്ഭുതാത്മാ തസ്മൈ കൈവല്യധാംനേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. അർത്ഥം: വിഷ്ണോ, വിഷ്ണോ നാരായണ, ഇഹ ഈ, അസ്മിൻ യാതൊരുത്തനിൽ, ജന്മ ജന്മമോ, അഥ പിന്നെ, കർമ്മ കർമ്മമോ, നാമ നാമമോ, ഗുണദോഷാദികം വാ ഗുണദോഷങ്ങൾ തുടങ്ങിയവയോ, സ്ഫുടം ന യഥാർത്ഥമായും ഇല്ല, യ യാതൊരുവൻ, ലോകാനാം ലോകങ്ങളുടെ, ഊതയെ അനുഗ്രഹത്തിനായിക്കൊണ്ട്, മായാനുസാരി മായയെ പിന്തുടർന്ന്, സ്വയം തനിച്ച്, താനി ജന്മം കർമ്മം മുതലായവയെ, അനുഭജതേ അനുഭവിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു, ശക്തി മായാശക്തികളെ, ബിഭ്രത് വഹിക്കുന്നവനായിട്ട്, അരൂപ അപി അരൂപനെങ്കിലും, ബഹുതരരൂപ പല രൂപങ്ങളോടു കൂടിയവനായും, അദ്ഭുതാത്മാ അദ്ഭുതാത്മാവായും, അവഭാതി ശോഭിക്കുന്നു, കൈവല്യധാംനെ മുക്തിക്കിരിപ്പിടമായും, പരരസപരിപൂർണായ ആത്മാനന്ദം കൊണ്ടു നിറഞ്ഞവനായുമിരിക്കുന്നു. തസ്മൈ ആ, തേ അങ്ങയ്ക്കായിക്കൊണ്ട്, നമ നമസ്കാരം. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ജന്മാഥോ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കർമ്മ നാമ സ്ഫുടം, ഫു എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഇഹ ഗുണദോഷാദികം വാ ന യസ്മിൻ ലോകാനാം ഊതയേ യ സ്വയം, അവിടെ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ യസ്വയം അങ്ങനെ വരും, രണ്ട് സാന്ന് വേണം. അനുഭജതേ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. താനി മായാനുസാരി, ബിഭ്രത്, ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ശക്തിർ അരൂപ അപി അരൂപോപി ച ബഹുതര രൂപ അവഭാതി അദ്ഭുതാത്മാ, ചേർത്ത് ചൊല്ലുമ്പോൾ രൂപോവഭാത്യദ്ഭുതാത്മാ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ അദ്ഭുത എന്നുള്ളതിൻ്റെ ഭൂ എന്നും ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. തസ്മൈ കൈവല്യ ധാംനേ, ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. പരരസ പരിപൂർണായ വിഷ്ണോ നമസ്തേ. ജന്മാഥോ കർമ്മ നാമ സ്ഫുടമിഹ ഗുണദോഷാദികം വാ ന യസ്മിൻ ലോകാനാമൂതയേ യഃ സ്വയമനുഭജതേ താനി മായാനുസാരീ ബിഭ്രച്ഛക്തിരൂപോऽപി ച ബഹുതരരൂപോऽവഭാത്യദ്ഭുതാത്മാ തസ്മൈ കൈവല്യധാംനേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകം. നോ തിര്യഞ്ചം ന മർത്യം ന ച സുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദസദ്വാപി തേ രൂപമാഹുഃ ശിഷ്ടം യത് സ്യാന്നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണ വേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. അർത്ഥം: തേ അങ്ങയുടെ രൂപം സ്വരൂപം, ന തിര്യഞ്ചം പശുപക്ഷി മൃഗാദികളായ തിര്യക്കുകളുടേതല്ല, ന മർത്യം മനുഷ്യനായിട്ടല്ല, ന ച സുരം ദേവനായിട്ടല്ല, ന അസുരം അസുരനായിട്ടല്ല, ന സ്ത്രീയം സ്ത്രീയായിട്ടല്ല, ന പുമാംസം പുരുഷനായിട്ടല്ല, ദ്രവ്യം ദ്രവ്യങ്ങളും, കർമ്മം കർമ്മേന്ദ്രിയങ്ങളും, ജാതിം ജാതികളും, ഗണമപി ഗണങ്ങളും, സത് വാ സത്തോ അസത് വാ അപി അസത്തോ ആയിട്ടുള്ളതും, ന ആഹു അല്ലെന്നു പറയുന്നു. നിഷേധേ സതി
നിഷേധിക്കുമ്പോൾ യത് യാതൊന്നു ശിഷ്ടം ബാക്കി സ്യാത് ഉണ്ടാകുമോ തത് അത് നിഗമശതൈ അനേകം വേദങ്ങളാൽ ലക്ഷണാവൃത്തി കൊണ്ട് കൃച്ഛ്രേണ വളരെ ബുദ്ധിമുട്ടി ആവേദ്യമാനം അറിയപ്പെടുന്നതും പരമസുഖമയം പരമാനന്ദപൂർണവുമായി ഭാതി ശോഭിക്കുന്നു. തസ്മൈ അപ്രകാരമുള്ള തേ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നോ തിര്യഞ്ചം, ന മർത്യം, ന ച സുരം അസുരം, ന സ്ത്രിയം, നോ പുമാംസം, ന ദ്രവ്യം, കർമ്മജാതിം, ഗുണമപി, സദസത് വാപി തേ രൂപം ആഹു, അവിടെ വിസർഗം. ശിഷ്ടം യത് സ്യാത് നിഷേധേ, ഥേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സതി നിഗമ ശതൈർ ലക്ഷണാവൃത്തിത, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്തത് കൃച്ഛ്രേണാവേദ്യമാനം, ച്രേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പരമ സുഖമയം, ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഭാതി, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തസ്മൈ നമസ്തേ. നോ തിര്യഞ്ചം, ന മർത്യം, ന ച സുരമസുരം, ന സ്ത്രിയം, നോ പുമാംസം, ന ദ്രവ്യം, കർമ്മജാതിം, ഗുണമപി സദസദ്വാപി തേ രൂപമാഹു. ശിഷ്ടം യത് സ്യാന്നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. നാലാമത്തെ ശ്ലോകം. മായായാം ബിംബിതസ്ത്വം സൃജസി മഹദഹങ്കാര തന്മാത്രഭേദൈർഭൂതഗ്രാമേന്ദ്രിയാദ്യൈരപി സകലജഗത് സ്വപ്നസങ്കൽപകൽപം ഭൂയഃ സംഹൃത്യ സർവം കമഠ ഇവ പദാന്യാത്മനാ കാലശക്ത്യാ ഗംഭീരേ ജായമാനേ തമസി വിതിമിരോ ഭാസി തസ്മൈ നമസ്തേ. അർത്ഥം: മായായാം, മായയിൽ ബിംബിത പ്രതിഫലിച്ചിരിക്കുന്നവനായ ത്വം, അവിടുന്ന്, മഹദഹങ്കാര തന്മാത്രഭേദൈ, മഹത്ത്, അഹങ്കാരം, തന്മാത്രാഭേദങ്ങൾ ഇവ കൊണ്ടും, ഭൂതഗ്രാമേന്ദ്രിയാദ്യൈ അപി, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ മുതലായവ കൊണ്ടും, സ്വപ്നസങ്കൽപ്പകൽപ്പം, ഉറക്കത്തിലെ ഭാവനയ്ക്കു തുല്യമായ, സകല ജഗത്, എല്ലാ ലോകവും, സൃജസി, അങ്ങു സൃഷ്ടിക്കുന്നു, ഭൂയ, വീണ്ടും, കമഠ, ആമ, പദാനി ഇവ, പാദങ്ങൾ എന്ന പോലെ, കാലശക്ത്യ, കാലശക്തി കൊണ്ട്, സർവം, എല്ലാം, സംഹൃത്യ, സംഹരിച്ചിട്ട്, ആത്മന, സ്വന്തം രൂപത്തോടുകൂടി, ഗംഭീരെ, നിബിഡമായ, തമസി, ഇരുട്ട്, ജായമാനെ, ഉണ്ടാകുമ്പോൾ, ത്വം, അങ്ങ്, വിധിമിര, അന്ധകാരം കൂടാതെ, ഭാസി, ശോഭിക്കുന്നു. തസ്മൈ തേ, അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. മായായാം ബിംബിത സ്ത്വം സൃജസി മഹത് അഹങ്കാര തന്മാത്ര ഭേദൈർ, ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭൂത, ഭൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഗ്രാമേന്ദ്രിയാദ്യൈർ അപി സകല ജഗത് സ്വപ്ന സങ്കൽപ്പ കൽപ്പം ഭൂയ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സംഹൃത്യ, ഒരു സാ മതി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാ വേണം. സംഹൃത്യ, അങ്ങനെ. സർവം, കമഠ, ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഇവ പദാന്യാത്മന കാലശക്തിയ ഗംഭീരേ, ഭീ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ജായമാനേ തമസി വിതിമിരോ ഭാസി, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തസ്മൈ നമസ്തേ.
മായായാം ബിംബിതസ്ത്വം സൃജസി മഹദഹങ്കാര തന്മാത്രഭേദൈർഭൂതഗ്രാമേന്ദ്രിയാദ്യൈരപി സകലജഗത്സ്വപ്നസങ്കൽപ്പകൽപ്പം ഭൂയഃ സംഹൃത്യ സർവം കമഠ ഇവ പദാന്യാത്മനാ കാലശക്തിയാ ഗംഭീരേ ജായമാനേ തമസി വിതിമിരോ ഭാസി തസ്മൈ നമസ്തേ. അടുത്തത് 5-ാമത്തെ ശ്ലോകം. ശബ്ദബ്രഹ്മേതി കർമ്മേത്യണുരിതി ഭഗവൻ കാല ഇത്യാലപന്തി ത്വാമേകം വിശ്വഹേതും സകലമയതയാ സർവഥാ കൽപ്യമാനം. വേദാന്തൈർയത്തു ഗീതം പുരുഷപരചിതാത്മാഭിധം തത്തു തത്വം പ്രേക്ഷാമാത്രേണ മൂലപ്രകൃതിവികൃതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. അർത്ഥം: ഭഗവൻ വിഷ്ണു സകലമയതയ എല്ലാറ്റിൻ്റെയും രൂപമാകൊണ്ട് സർവഥ എല്ലാ തരത്തിലും കൽപ്യമാനം കൽപ്പിക്കപ്പെടുവാൻ കഴിയുന്നവനായ ത്വാം അങ്ങ് ഏകം ഒരുവനെ തന്നെ ശബ്ദബ്രഹ്മ ഇതി ശബ്ദബ്രഹ്മം എന്നും കർമ്മ ഇതി കർമ്മമെന്നും അണു ഇതി അണു എന്നും കാലം ഇതി കാലമെന്നും വിശ്വഹേതും ലോകത്തിനു കാരണമെന്നും ആലപന്തി പറയുന്നു. വേദാന്തൈ വേദാന്തങ്ങളാൽ യത് യാതൊന്നു പുരുഷപരചിതാത്മാഭിധം പുരുഷനെന്നും പരനെന്നും ചിത്തെന്നും ആത്മാവെന്നും പേരോടുകൂടിയവനായി ഗീതം ഗാനം ചെയ്യപ്പെടുന്നുവോ തത് ആ തത്വം തു തത്വമാകട്ടെ ബ്രഹ്മം തന്നെയാണ്. പ്രേക്ഷാമാത്രേണ പ്രേരണ കൊണ്ടു മാത്രം മൂലപ്രകൃതി വികൃതികൃത് മൂലപ്രകൃതിയായ മായയെയും വികാരങ്ങളെയും ചെയ്യുന്നത് അങ്ങാണ്. തസ്മൈ അങ്ങനെയിരിക്കുന്ന തേ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ശബ്ദ ബ്രഹ്മേതി ബ്രഹ്മ എന്നുള്ളതിൻ്റെ ഉച്ചാരണം നമ്മൾ നിറയെ പഠിച്ചതാണ്, ശ്രദ്ധിച്ചോളൂ. മഹ എന്നാണ് വരിക, ബ്രഹ്മ അങ്ങനെയാണ് വരിക. കർമ്മേതി അണൂർ കർമ്മേത്യണൂർ ഇതി ഭഗവൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. കാല ഇത്യാലപന്തി ത്വാം ഏകം വിശ്വഹേതും സകലമയതയാ സർവഥാ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കൽപ്യമാനം വേദാന്തൈർ യത് തു ഗീതം പുരുഷ പരചിത് ആത്മാഭിധം ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ ഥ എന്നുള്ളതും. തത് തു തത്വം പ്രേക്ഷ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. മാത്രേണ മൂല പ്രകൃതി വികൃതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. ശബ്ദബ്രഹ്മേതി കർമ്മേത്യണുരിതി ഭഗവൻ കാല ഇത്യാലപന്തി ത്വാമേകം വിശ്വഹേതും സകലമയതയാ സർവഥാ കൽപ്യമാനം. വേദാന്തൈർയത്തു ഗീതം പുരുഷപരചിതാത്മാഭിധം തത്തു തത്വം പ്രേക്ഷാമാത്രേണ മൂലപ്രകൃതിവികൃതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.